നമസ്കാരം. ശബരിമല ഉൾപ്പെടെയുള്ള കേരളത്തിലെ പ്രമുഖ ആരാധനാലയങ്ങളിലെ സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട് അടുത്തിടെ പുറത്തുവന്ന വെളിപ്പെടുത്തലുകൾ സംസ്ഥാന ഭരണകൂടത്തെയും അതോടൊപ്പം തന്നെ ദേവസ്വം വകുപ്പിനെയും പ്രതിക്കൂട്ടിലാക്കുന്ന അതീവ ഗൗരവകരമായിട്ടുള്ള സാഹചര്യമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കേവലം സാമ്പത്തിക ക്രമക്കേടുകൾ എന്നതിലുപരിയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിച്ചേക്കാവുന്ന തരത്തിലുള്ള രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളാണ് ഈ വിഷയത്തിൽ നിഴലിക്കുന്നത്. ഭക്തജനങ്ങളുടെ വിശ്വാസവുമായി അഗാധമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ക്ഷേത്ര സമ്പത്ത് ഔദ്യോഗിക സംവിധാനങ്ങളുടെ അറിവോടും സമ്മതത്തോടും കൂടി ദുരുപയോഗം ചെയ്യപ്പെട്ടുവെന്ന ആരോപണം ഭരണഘടനാപരമായിട്ടുള്ള വലിയൊരു പ്രതിസന്ധിക്കാണ് വഴി തുറന്നിരിക്കുന്നത്. ഈ വിവാദത്തിൻ്റെ കാതൽ എന്നത് ക്ഷേത്രങ്ങളിലെ സ്വർണവും പുരാതന വിഗ്രഹങ്ങളും കേവലം വിപണി വിലയ്ക്കല്ല വിൽക്കപ്പെടുന്നത് എന്ന ഞെട്ടിപ്പിക്കുന്ന വിവരമാണ്. അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന വിഗ്രഹക്കടത്ത് മാഫിയകൾ വഴി കോടീശ്വരന്മാരായിട്ടുള്ള വിദേശ ശേഖരണക്കാർക്കാണ് ഇവ കൈമാറ്റം ചെയ്യപ്പെടുന്നത്. സ്വർണത്തിൻ്റെ തൂക്കത്തിനപ്പുറം ഈ പുരാവസ്തുക്കളുടെ ചരിത്രപരവും സാംസ്കാരികപരമായിട്ടുള്ള മൂല്യം കണക്കിലെടുത്ത് അന്താരാഷ്ട്ര വിപണിയിൽ ലഭിക്കുന്ന ഭീമമായിട്ടുള്ള തുകയാണ് ഈ മാഫിയയെ ഇതിലേക്ക് ആകർഷിക്കുന്നത്. ഇത്രയും വിപുലമായിട്ടുള്ള ഒരു ശൃംഖലയ്ക്ക് സംസ്ഥാനത്തെ ഉന്നത രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെയോ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെയോ സഹായമില്ലാതെ പ്രവർത്തിക്കാൻ കഴിയില്ലെന്ന നിരീക്ഷണം ഗൗരവകരമായിട്ടുള്ള അന്വേഷണം അറിയിക്കുന്നു. മുൻ ഹൈക്കോടതി ജസ്റ്റിസ് ബി കമാൽ പാഷ നൽകിയ വെളിപ്പെടുത്തലുകൾ ഈ വിഷയത്തിന് കൂടുതൽ നിയമപരമായിട്ടുള്ള ഗൗരവം നൽകിയിരിക്കുകയാണ്. ഡി മണി എന്ന വിളിക്കപ്പെടുന്ന ഒരാളെ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഈ അന്താരാഷ്ട്ര കള്ളക്കടത്ത് ശൃംഖലയെക്കുറിച്ചുള്ള വിവരങ്ങൾ അദ്ദേഹം പങ്കുവയ്ക്കുകയുണ്ടായി. ലോകപ്രശസ്തനായിട്ടുള്ള വിഗ്രഹക്കടത്തുകാരൻ സുഭാഷ് കപൂറിനെ പോലും കവച്ചു വയ്ക്കുന്ന തരത്തിലുള്ള ഇടപെടലുകളാണ് ഇയാൾ നടത്തുന്നതെന്നും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഉൾപ്പെടെയുള്ള അമൂല്യ നിധികൾ ഇത്തരത്തിൽ കടത്തപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം ആരോപിക്കുന്നു. ബ്രൂണൈ സുൽത്താനെ പോലെയുള്ള അന്താരാഷ്ട്ര വ്യക്തിത്വങ്ങളിലേക്ക് വരെ ഇതിൻ്റെ വേരുകൾ നീളുന്നുവെന്ന സൂചനകൾ ഈ വിഷയത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ്. നിലവിലുള്ള അന്വേഷണ സംവിധാനങ്ങളുടെയൊക്കെ തന്നെ കാര്യക്ഷമതയെക്കുറിച്ചും വലിയ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. സംസ്ഥാന സർക്കാർ നിയോഗിച്ചിട്ടുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന് അന്താരാഷ്ട്ര തലത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഇത്തരം ക്രിമിനൽ ശൃംഖലകളെ കണ്ടെത്താനായിട്ട് പരിമിതികളുണ്ടെന്ന് ജസ്റ്റിസ് കമാൽ പാഷ ചൂണ്ടിക്കാട്ടുന്നു. രാഷ്ട്രീയ സ്വാധീനങ്ങൾക്ക് വഴങ്ങാത്തതും ആത്മാർത്ഥതയുള്ളതുമായിട്ടുള്ള CBI പോലുള്ള അന്വേഷണ ഏജൻസികൾ ഇത് അന്വേഷിച്ചാൽ മാത്രമേ യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കൂ. സംസ്ഥാന ഏജൻസികൾക്ക് മേൽ ഉണ്ടായേക്കാവുന്ന രാഷ്ട്രീയ സമ്മർദ്ദം അന്വേഷണത്തിൻ്റെ സുതാര്യതയെ തന്നെ ബാധിക്കുമെന്ന ആശങ്ക പൊതുസമൂഹത്തിൽ ഇപ്പോൾ ശക്തമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഈ വെളിപ്പെടുത്തലുകൾ വലിയൊരു രാഷ്ട്രീയ വെല്ലുവിളിയാണ് ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത്. ശബരിമല വിഷയത്തിൽ മുൻപുണ്ടായ ജനവികാരവും അത് തെരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിച്ചതുമൊക്കെ തന്നെ നാം കണ്ടതാണ്. ഇപ്പോൾ ഉയർന്നിരിക്കുന്ന വിഗ്രഹക്കടത്ത് ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള ഉത്തരവാദിത്വത്തിന് കീഴിലുള്ള വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടതായതിനാൽ തന്നെ ഇത് സർക്കാരിൻ്റെ പ്രതിച്ഛായയെ തന്നെ സാരമായി ബാധിച്ചിരിക്കുകയാണ്. CPM-ലെ ഉന്നതരുടെ അറിവോടെയാണ് ഈ ഇടപാടുകൾ നടന്നതെന്ന ആരോപണം ഇപ്പോൾ ശക്തമാകുന്നതോടെ ഭരണകൂടം ഇപ്പോൾ വലിയൊരു പ്രതിരോധത്തിലാവുകയും ജനങ്ങൾ ഇതിന് ഉത്തരം തേടി തുടങ്ങുകയും ചെയ്തിരിക്കുകയാണ്. അവസാനമായിട്ട് ഈ വിഷയം കേവലം ഒരു അഴിമതി എന്നതിലുപരിയായിട്ട് രാജ്യസുരക്ഷയെ തന്നെ ബാധിക്കുന്ന ഒന്നായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അയൽ രാജ്യങ്ങളിലെ ശത്രുശക്തികളുമായി ബന്ധമുള്ള വ്യക്തികളാണ് ഈ കള്ളക്കടത്തിന് പിന്നിലെന്ന സൂചനകൾ അതീവ ജാഗ്രതയോടെ ഇപ്പോൾ കാണേണ്ടതായിട്ടുണ്ട്. കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ സുരക്ഷാ സംവിധാനങ്ങളെയും ദേവസ്വം ബോർഡിൻ്റെ പ്രവർത്തനങ്ങളെയും ഉടച്ചു വാർക്കേണ്ടതിൻ്റെ ആവശ്യകതയിലേക്കാണ് ഇപ്പോൾ ഈ ഒരു സംഭവം വിരൽ ചൂണ്ടുന്നത്. കേരള രാഷ്ട്രീയത്തിൽ വരും ദിവസങ്ങളിൽ വലിയ ചർച്ചകൾക്കും നിയമ നടപടികൾക്കും വഴിവെക്കുന്ന കാര്യത്തിൽ സംശയമില്ല.